വൈകുന്നേരം ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നോമ്പ് തുറന്നിട്ട് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയത് അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് മൊമോസ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ മയണൈസ് കുറച്ച് ഉണ്ടാക്കി വെക്കുവാണ്. എന്നിട്ട് ആ മയണൈസ് ഉണ്ടാക്കിയ സെയിം ജാറിൽ തന്നെ കഴുകാതെയാണ് നമ്മൾ മൊമോസിന് വേണ്ടിയിട്ട് വേവിച്ച ചിക്കൻ ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറിക്കുള്ള ചിക്കനാണിത്. ചെറിയത് എപ്പോഴും കുക്കറിലാണ് ചിക്കൻ കറി വെക്കാറ്. എനിക്ക് പൊതുവെ അങ്ങനെ കുക്കറിൽ വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ഇറച്ചി ഒരുമാതിരി വെളുത്ത് കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് കുക്കറിലേക്ക് ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഇട്ടത്. മൊമോസിൻ്റെ റെസിപ്പി വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേ കുറേ പേര് ഞാൻ എങ്ങനെയാണ് മയണൈസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. 2 മുട്ട എടുത്ത് 2 കഷ്ണം വെളുത്തുള്ളി ഇട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ ഉപ്പും കൂടി ഇട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് നല്ലോണം കുറുക്കി അടിച്ചെടുക്കുന്നത്. 2 വിസിൽ വന്നാൽ ചിക്കൻ കറി സെറ്റായി. ഇനി നമുക്ക് മൊമോസിൻ്റെ പരിപാടി നോക്കണം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. ഒരു 6-7 മാസമായി ഇത് വാങ്ങിച്ചിട്ട്. തൊലി കളഞ്ഞിട്ടും തൊലി കളയാതെയൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഭയങ്കര അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത്. ഒരുപാട് റേറ്റും ഇല്ല. മൊത്തത്തിൽ 6 പീസാണ് വരുന്നത്. ഇത് കണ്ടോ, ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിരിക്കും ഫ്രിഡ്ജ് തന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ സ്ക്രീനിൽ കൊടുക്കാവേ. ഏകദേശം ഞാൻ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെറിയത് മൊമോസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടാണ് ആളും ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷേ ചെറിയത് ഇടയ്ക്ക് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാറുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെയൊക്കെ. എനിക്ക് വെജിറ്റബിൾ ഒന്നും ചേർക്കുന്നതിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മാത്രം വെച്ചുണ്ടാക്കുന്നത്. മൊമോസ് ഫില്ല് ചെയ്യാനുള്ള മൈദയൊക്കെ ചെറിയത് പരത്തി തന്നിട്ട് ക്യാരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോവാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനത് വേഗം വേവിച്ചെടുത്ത് അങ്ങനെ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാൻ സമയമായി. നമുക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതേ സെറ്റായിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസാണ്, അതിലിങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കുന്ന ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ തരിക്കഞ്ഞിയുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ നമ്മുടെ മൊമോസും മയണൈസും ഉണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ട് നമ്മളിത് നോമ്പ് തുറന്ന് ഞാൻ ഇരുന്ന് ചിരിക്കുന്നത്. കൊച്ചു അല്ലയൊക്കെ എന്തൊക്കെയോ അവിടെ ഇരുന്ന് കമൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ടാണ് ഇരുന്ന് ചിരിക്കുന്നത്. ജ്യൂസിനേക്കാളും കൂടുതൽ ഞാൻ ഈ ഒരു തരിക്കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു 2-3 ഗ്ലാസ് ഞാൻ മിനിമം കുടിച്ചിട്ടുണ്ട്. മൊമോസ് ഉണ്ടാക്കാൻ നേരം മെയിനായിട്ട് ഈ ക്യാരറ്റും ക്യാപ്സിക്കവും ഞാൻ ചേർക്കാത്തതിൻ്റെ കാര്യം ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. ഇത് ഉണ്ടാക്കിയപ്പോഴും കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അസുഖമൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് ഒരുപാട് കുരുമുളക് കൂടി നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. എൻ്റെ മൊമോസിൻ്റെ റെസിപ്പി കണ്ടിട്ട് കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിച്ചത് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. കാരണം ഈ തരിക്കഞ്ഞി മൊമോസ് എല്ലാം കൂടെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിരുന്നു. പാലപ്പവും ഉണ്ട്, പിന്നെ കാട റോസ്റ്റ് ചെയ്തതാണ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പാലപ്പത്തിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ.